മഹാഭാരതം ഭൂമികയായി വരുന്ന ഒട്ടനവധി കൃതികൾ നമുക്കുണ്ട്. MTയുടെ രണ്ടാം മൂഴമാകട്ടെ, ചിത്ര ബാനർജിയുടെ പാലസ് ഓഫ് ഇല്യൂഷൻസ് ആകട്ടെ, ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. എന്നാൽ ഇതിൽ നിന്നെല്ലാം ശ്രീ R. രാജശ്രീയുടെ ആത്രേയകം വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കുഴിക്കുന്തോറും ആഴമേറുന്ന മഹാഭാരതത്തിലെ വളരെ ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കഥയിലെ കഥാപാത്രത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ആത്രേയകം സഞ്ചരിക്കുന്നത്. വളരെ എൻഗേജിങ്ങും ത്രില്ലിങ്ങുമായിട്ടുള്ള ഒരു കഥാപരിസരമാണ് ആത്രേയകത്തിൻ്റേത്. ആ കഥ സഞ്ചരിക്കുന്ന വഴിയിലൂടെ പല മഹാഭാരത ഐതിഹ്യങ്ങളുടെയും ലോജിക്കൽ തേർഡ് പേഴ്സൺ റീസണിങ് നമുക്ക് ലഭിക്കുന്നു. ഗ്രേ ഷെയ്ഡിലുള്ള മഹാഭാരത ഇതിഹാസ പുരുഷന്മാരെ നമുക്കിവിടെ കാണാം. യുദ്ധത്തിലെ വിജയത്തിനു വേണ്ടി തൻ്റെ മകനെ ബലി കൊടുത്ത അർജുനനിലൂടെ ഭരണത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും അന്നും ഇന്നും ഒരു വിലയുമില്ല എന്ന് കഥാകാരി നമുക്ക് കാണിച്ചു തരുന്നു. പല സമകാലീന പ്രശ്നങ്ങളും ഈ പുരാണ കഥയിലൂടെ എഴുത്തുകാരി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പാഞ്ചാല രാജകുമാരിയെ കൃഷ്ണ എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്നതിലൂടെയും അധികാരവർഗത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പൊരുതുന്ന അശ്വസേനനിലൂടെയും ഇരാവാനിലൂടെയും കഥാകാരി തൻ്റെ രാഷ്ട്രീയം വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. കഥയുടെ ഭാഷ കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും ക്രമേണ അത് മയപ്പെട്ടു വരും. മഹാഭാരതത്തിൻ്റെ വേറിട്ടൊരു ആവിഷ്കാരം അനുഭവിക്കാൻ തീർച്ചയായും ആത്രേയകം വായിക്കുക. ആത്രേയകം മാതൃഭൂമി ബുക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വായിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറയുക.